നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ പ്രീമിയർ ലീഗ്. മാഞ്ചസ്റ്റർ സിറ്റി ഇതാ നിർണായകമായ സമയത്ത് 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. അഡ്വാൻറ്റേജ് ടു ആഴ്സണൽ. അവസാന നിമിഷം ഡോക്കു അടിച്ച ഗോളിനാണ് തോൽക്കാതെ രക്ഷപ്പെട്ട് 1 പോയിന്റെങ്കിലും അവരെടുത്തത്. 3-3 സമനിലയാണ് എവേർട്ടനോട്. എവേർട്ടന് വേണ്ടി ബാഡി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഒബ്രൈൻ 1 ഗോൾ നേടി. മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഡോക്കുവിൻ്റെ ഇരട്ട ഗോളുകൾ, അതിലൊന്ന് അവസാന ഘട്ടത്തിലായിരുന്നു. ശേഷിക്കുന്ന ഗോൾ എർലിംഗ് ഹാലൻഡിൻ്റെ വകയായിരുന്നു. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ പ്രീമിയർ ലീഗിലെ കിരീട സാധ്യത കൂടുതലായിട്ട് നിലനിർത്താൻ പറ്റുമായിരുന്നു. അത് സംഭവിച്ചില്ല. എവർട്ടൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എർലിംഗ് ഹാലൻഡും ഡോക്കുവും ചെർക്കിയും സെമന്യോയും ഒക്കെ ഒരുമിച്ച് അണിനിരന്നിരുന്നു. കളിയുടെ 43-ാമത്തെ മിനിറ്റിൽ ഡോക്കുവിലൂടെ ലീഡ് എടുത്തതുമാണ് മാഞ്ചസ്റ്റർ സിറ്റി. എന്നാൽ രണ്ടാം പകുതിയിൽ കഥ മാറി. 68-ാമത്തെ മിനിറ്റിൽ ബാരിയുടെ ആദ്യ ഗോൾ വന്നു. 73-ാമത്തെ മിനിറ്റിൽ ഒബ്രൈൻ്റെ ഗോൾ വന്നു. അതോടുകൂടി 2-1 എവേർട്ടൻ ലീഡ് എടുത്തു. അതായത് വളരെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ 5 മിനിറ്റിനുള്ളിൽ 2 ഗോൾ വഴങ്ങി. പെപ്പിൻ്റെ അപ്പോഴത്തെ റിയാക്ഷൻ ഒന്ന് കാണണമായിരുന്നു. പിന്നീട് 81-ാമത്തെ മിനിറ്റിൽ വീണ്ടും ബാരി ഗോൾ അടിച്ചതോടെ 3-1 എന്ന രൂപത്തിലേക്കായി. എവേർട്ടൻ്റെ മൈതാനത്തെത്തിയിരുന്ന സിറ്റിയുടെ ആരാധകർ എക്സിറ്റ് അടിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുന്ന കാഴ്ചകളപ്പോൾ നമ്മൾ കണ്ടു. എന്നാൽ ഹാലൻഡ് പിന്നാലെ ഗോൾ അടിച്ചതോടെ സ്കോർ ലൈൻ വീണ്ടും 3-2 ആ പോകാനിരുന്ന ആളുകൾ തിരികെ വരുന്നതും കണ്ടു. ഏതായാലും അതുപോലെയുള്ള ഒരു മത്സരമായിരുന്നു. എന്തും സംഭവിക്കുന്ന രൂപത്തിൽ ഒടുവിൽ അവസാന ഘട്ടത്തിൽ ഡോക്കു 1 ഗോൾ കൂടി അടിച്ച് മത്സരം 3-3 സമനിലയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. ഇപ്പോൾ 35 കളി 76 പോയിന്റുമായിട്ട് ആഴ്സണൽ ഒന്നാമത്, 34 കളി 71 പോയിന്റുമായിട്ട് സിറ്റി രണ്ടാമത്. സിറ്റി ഒരു കളി കുറവാണ്, പക്ഷെ അത് ജയിച്ചാൽ പോലും 2 പോയിന്റ് ഡിഫറൻസിൽ ആഴ്സണൽ തന്നെ ഒന്നാമത് നിൽക്കും എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലെ സ്ഥിതിവിശേഷം. അപ്പോൾ പെപ്പിനോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത്. പെപ്പിൻ്റെ മറുപടി, ഞങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കണ്ടില്ലേ ഞങ്ങൾ 1 പോയിന്റ് എടുത്തില്ലേ, അവസാനം വരെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ പോരാടി നിൽക്കും എന്ന് പെപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് ഒരു പക്ഷേ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് പോകുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഈ ഒരു സമനിലയോടുകൂടി ബുക്കിംഗ് മാർക്കറ്റിലൊക്കെ സിറ്റിയുടെ സാധ്യതകൾ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലി മാർക്കറ്റ് സ്പോർട്സിൻ്റെ കണക്കനുസരിച്ച് പ്രീമിയർ ലീഗിൽ കിരീട സാധ്യത സിറ്റിക്ക് വെറും 17% മാത്രമാണ്. ആഴ്സണലിന് 83% മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ കിരീട സാധ്യതയിൽ വലിയ മാറിമറിയലുകൾ സംഭവിച്ചിരിക്കുന്നു. അഡ്വാൻറ്റേജ് ടു ആഴ്സണൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.